ഈ കോഴിക്കോട് ഫറൂഖ് പെരുമുഖത്ത് ഒരു വീടിന് തീ പിടിച്ചിട്ടുണ്ട്. വലിയ പറമ്പ് വീട്ടിൽ മുനീറിന്റെ വീടിനാണ് തീ പിടിച്ചത്. ഒരു മുറിയിലെ വൈദ്യുതി ഉപകരണങ്ങളും 2 അലമാരയും അതിലെ പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ട്. നമുക്ക് ചില പ്രതികരണങ്ങളിലേക്ക് പോകാം ആദ്യം. ഇന്ന് രാവിലെ ഏകദേശം 8 മണി സമയത്ത് ഈ വീട്ടിലുള്ള സ്ത്രീയും അതുവരെ 3 കുട്ടികളാണുള്ളത്. അപ്പോൾ ഈ സ്ത്രീ രാവിലെ അടുക്കളയിൽ ചായ ഉണ്ടാക്കി ആ സമയത്താണ് ഈ വീടിൻ്റെ തെക്ക് ഭാഗത്തുള്ള ഈ റൂം അത് ഇവർ കണ്ടിട്ടില്ല. തൊട്ടടുത്ത വീട്ടിലുള്ള ആളുകൾ പുക പുറത്തേക്ക് പോകണ കണ്ടിട്ട് എന്ന് പറഞ്ഞപ്പോഴാണ് ഇവർ അറിയുന്നത്. അപ്പോൾ ആ സമയത്ത് റൂമിനുള്ളിൽ ഒരു 2 അൾമറ. രതീഷ് വാസുവിനുണ്ട് വിവരങ്ങളുമായി. നമുക്കിപ്പം രതീഷെ, വീട്ടുകാരൊക്കെ സേഫ് അല്ലേ? ഇതിപ്പോൾ എന്താണ് ഈ ഷോർട്ട് സർക്യൂട്ടോ കാര്യങ്ങളോ മറ്റോ ആണോ? എന്താണ് അവസ്ഥ ഇപ്പോൾ? ഈ ഒരുപാട് കത്തിക്കരിഞ്ഞ രേഖകളും കാര്യങ്ങളൊക്കെ കാണാൻ കഴിയുന്നുണ്ട് ദൃശ്യങ്ങളിൽ. സേതു, ആർക്കും പരിക്കില്ല, വീട്ടുകാർ സുരക്ഷിതരാണ്. കാരണം രാവിലെ വളരെ നേരത്തെയാണ് വീടിൻ്റെ കിടപ്പുമുറിയിലാണ് ഇത്തരത്തിൽ ഷോർട്ട് സർക്യൂട്ട് മൂലം ഈ പുക പടർന്നത്. പുറമെയുള്ള നാട്ടുകാരാണ് കാണുന്നത്, വീട്ടുകാർ അറിയുന്നില്ല. തുടർന്ന് ബഹളം വെച്ചാണ് വീട്ടുകാർ ഉൾപ്പെടെ പുറത്തേക്ക് മാറിയത്. അപ്പോഴേക്കും പൂർണ്ണമായും ആ മുറിയിലെ ഉപകരണങ്ങൾ കത്തിനശിച്ചു. ഫറൂഖിൽ നിന്ന് അഗ്നിശമന സേന സ്ഥലത്തെത്തി തീ നിയന്ത്രണ വിധേയമാക്കി. എന്തായാലും മറ്റ് മുറികളിലേക്കൊന്നും തീ പടർന്നിട്ടില്ല. അടുക്കളയിലേക്കും മറ്റും പടർന്നാൽ വലിയ തരത്തിലുള്ള അപകടം വരുന്ന സാഹചര്യം ഉണ്ടാകുമായിരുന്നു. എന്തായാലും ആർക്കും പരിക്കില്ല എന്നും ആണ് മനസ്സിലാക്കുന്നത്. തീ ഇപ്പോൾ പൂർണ്ണമായും അണച്ചിട്ടുണ്ട്. പക്ഷേ ഒരു മുറിയിലെ പൂർണ്ണമായ ഉപകരണങ്ങൾ ഉൾപ്പെടെ പൂർണ്ണമായും കത്തി നശിച്ചു എന്നുള്ളതാണ്. മറ്റാർക്കും പരിക്കില്ല. എന്തായാലും ഷോർട്ട് സർക്യൂട്ട് ആണ് ഇതിന് പ്രാഥമികമായ കാരണമെന്നാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. ശരി, ഓക്കെ രതീഷ്, ശരി. വീട്ടുകാർക്കാർക്കും പ്രശ്നങ്ങളൊന്നുമില്ല, അവർ സേഫ് ആണെന്ന് അറിയുമ്പോൾ തന്നെ അതൊരു സന്തോഷം ആണ്. കോഴിക്കോടാണ് ഈ ഒരു അപകടം ഉണ്ടായത്.